ഹരേ കൃഷ്ണ. ഗുരുവായൂർ ക്ഷേത്രത്തിനടുത്ത് കുറച്ചകലെയായി ഒരു കൃഷ്ണഭക്തിയായ ഒരു അമ്മൂമ്മ താമസിച്ചിരുന്നു. അമ്മൂമ്മയുടെ ഭക്തിയെ വീട്ടുകാരും ബന്ധുക്കളും ഒക്കെ കളിയാക്കിയിരുന്നു. അമ്മൂമ്മയ്ക്ക് ഭക്തി കൂടി ഭ്രാന്തായിപ്പോയി എന്നാണ് എല്ലാവരും പറഞ്ഞിരുന്നത്. ഒടുവിൽ എല്ലാവരും അമ്മൂമ്മയെ ഉപേക്ഷിച്ച് അവിടുന്ന് പോയി. അമ്മൂമ്മ തനിച്ചായി. ഇതുവരെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഗുരുവായൂരപ്പനെ കാണാൻ അമ്മൂമ്മ പോയിട്ടുണ്ടായിരുന്നില്ല. അമ്മൂമ്മയ്ക്ക് കണ്ണനെ കാണാൻ വലിയ ആഗ്രഹം വന്നു. ആദ്യമായിട്ടാണ് കണ്ണനെ കാണാൻ പോകുന്നത്. അപ്പോൾ കണ്ണന് ഞാൻ എന്താണ് കൊടുക്കുക? ഇങ്ങനെ ആലോചിക്കുമ്പോഴാണ് മുറ്റത്ത് നിറയെ മഞ്ചാടി മണികൾ വീണ് കിടക്കുന്ന കണ്ടത്. അപ്പോൾ എല്ലാ മഞ്ചാടികളും ഒരുമിച്ച് കാണുമ്പോൾ കാണാൻ നല്ല ഭംഗിയാണ്. എന്നാൽ ഇത് തന്നെ കണ്ണന് കൊടുക്കാം, കണ്ണന് ഇഷ്ടമാകുമെന്ന് തീരുമാനിച്ചു. അപ്പോൾ ഓരോ ദിവസവും അമ്മൂമ്മ മഞ്ചാടി മണികൾ പെറുക്കി വെച്ച് ഗുരുവായൂരിലേക്ക് പോയി. പക്ഷേ അമ്മൂമ്മ പോയ ദിവസം 1-ാം തീയതിയായിരുന്നു. അന്ന് അവിടെ നാടുവഴി തമ്പുരാൻ വരുന്ന ദിവസമായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ മറ്റാരെയും തൊഴുവാൻ അനുവദിച്ചിരുന്നില്ല. നാടുവഴി ആനയെ നടയ്ക്കിരുത്താൻ കൊണ്ടുവരുന്നതാണ്. ഇതൊന്നും അറിയാതെ ആ അമ്മൂമ്മ ക്ഷേത്രത്തിലേക്ക് ഭഗവാന്റെ അടുത്തേക്ക് ഓടി വന്നു. അപ്പോഴാണ് അവിടേക്ക് ഒരു ഭടൻ ഓടി വന്നിട്ട് അമ്മൂമ്മയോട് പറഞ്ഞു, നിങ്ങൾക്ക് ഇത്ര ധൈര്യം വന്നോ ഇന്നിവിടെ വരാൻ? തമ്പുരാൻ വരുന്ന ദിവസമാണെന്ന് നിങ്ങൾക്കറിയില്ലേ എന്നും പറഞ്ഞ് ആ അമ്മൂമ്മയെ ബലമായി പിടിച്ച് വലിച്ചിട്ടു. അപ്പോൾ ആ അമ്മൂമ്മയും കണ്ണന് കൊണ്ടുവന്ന ആ മഞ്ചാടി മണികളും താഴെ വീണു. മഞ്ചാടി മണികളെല്ലാം ചിതറിപ്പോയി. അപ്പോൾ ഇത് കണ്ട ആ അമ്മൂമ്മയ്ക്ക് സങ്കടമായി. താൻ വീണാലും കുഴപ്പമില്ലായിരുന്നു, പക്ഷെ ഭഗവാന് കൊണ്ടുവന്ന ആ മഞ്ചാടി വീണപ്പോൾ ആ അമ്മൂമ്മയ്ക്ക് സങ്കടം സഹിക്കാൻ കഴിഞ്ഞില്ല. അമ്മൂമ്മ പൊട്ടിക്കരഞ്ഞു. നാടുവഴി ആനയെ കൊണ്ടുവന്ന് നടയിലിരുത്തി. പക്ഷേ ആന ഇടഞ്ഞു, എല്ലാം നശിപ്പിച്ചു. ഇത് കണ്ട് സ്തംഭിച്ചു പോയ രാജാവ് എന്താണ് സംഭവിച്ചതെന്ന് രാജാവിന് മനസ്സിലാകുന്നില്ല. പെട്ടെന്ന് അവിടെ ഒരു അശരീരി കേട്ടു. എനിക്ക് വേണ്ടി മഞ്ചാടി മണികളും കൊണ്ടുവന്ന ആ അമ്മയെ ആരാണ് ഉപദ്രവിച്ചത്? അതെല്ലാം എൻ്റെ മഞ്ചാടി മണികളാണ്, എനിക്കത് വേണം. അശരീരി കേട്ട രാജാവ് എല്ലാവരോടുമായി ചോദിച്ചു, ആ അമ്മൂമ്മയ്ക്ക് എന്താണ് സംഭവിച്ചത്? ആ അമ്മൂമ്മയും മഞ്ചാടി മണികളും എവിടെ? അപ്പോൾ അവിടുന്ന് ഒരു ഭടൻ ഓടി വന്നിട്ട് പറഞ്ഞു, അവിടുന്ന് എന്നോട് ക്ഷമിക്കണം, ഞാനാണ് ആ അമ്മൂമ്മയെ ബലമായി പിടിച്ചു മാറ്റിയത്. ആ അമ്മൂമ്മയും മഞ്ചാടി മണികളും അവിടെ കിടപ്പുണ്ട്. അപ്പോൾ നാടുവഴി ഓടിച്ചെന്ന് ആ അമ്മൂമ്മയെ എഴുന്നേൽപ്പിച്ചു. ആ ചിതറിക്കിടക്കുന്ന മഞ്ചാടി മണികളെല്ലാം പെറുക്കി വരുത്തു. എന്നിട്ട് അമ്മൂമ്മയ്ക്ക് പ്രാർത്ഥിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുത്തു. അവിടെ ഉരുളിയിൽ അമ്മൂമ്മ കൊണ്ടുവന്നിട്ടുള്ള മഞ്ചാടി മണികൾ എല്ലാം ഇടാനുള്ള സൗകര്യം തമ്പുരാൻ ഒരുക്കി കൊടുത്തു. ഗുരുവായൂരപ്പന് തമ്പുരാൻ കൊണ്ടുവന്ന ആ വലിയ ആനയെക്കാളും ഏറ്റവും മൂല്യമുണ്ടായിരുന്നത് ആ അമ്മൂമ്മ കൊണ്ടുവന്ന ആ മഞ്ചാടി മണികൾക്കായിരുന്നു.